PSM Silks, PSM Market, Tirur. ശോഭനമായ ഒരു ഭാവി നിങ്ങളുടെ കൺമുന്നിൽ. മെഡിലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ. സ്വദേശത്തും വിദേശത്തും മാന്യതയാർന്ന ജോലിയും ഉയർന്ന ശമ്പളവും സ്വന്തമാക്കാൻ. മെഡിലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. Courses offer DMLT, Lab Technician course, ECG, Diploma in First Aid and Practical Nursing, BSc Biochemistry. ഇനി അഭിമാനത്തോടെ സംസാരിക്കൂ. ഉയർന്ന ശമ്പളവും മാന്യതയാർന്ന ജോലിയും. മെഡിലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. Ruby Tower near Overbridge, Central Junction, Tirur. ഷോപ്പിംഗ് ആനന്ദകരമാക്കാൻ ഒരു മേൽക്കൂരയ്ക്ക് കീഴെ ആധുനിക സൗകര്യങ്ങളോടുകൂടി വ്യത്യസ്തമായ ഒട്ടനേകം ഷോപ്പുകൾ. സ്മാർട്ട് ട്രേഡ് സിറ്റി കോട്ടക്കൽ.
Ya Allah, Ya Allah, Ya Rahim Allah. അക്കരയുണ്ടോര മക്ക മദീന, ലക്ഷോപലക്ഷങ്ങളെത്തും മദീന. മുത്ത് റസൂലിന്റെ റൗള ശരീഫിൽ മുത്തി വണങ്ങാനെത്തിക്ക് നാദ. അക്കരയുണ്ടോര മക്ക മദീന, ലക്ഷോപലക്ഷങ്ങളെത്തും മദീന. മുത്ത് റസൂലിന്റെ റൗള ശരീഫിൽ മുത്തി വണങ്ങാനെത്തിക്ക് നാദ. ഏറെയുണ്ട് പറയാം ചരിതങ്ങൾ. എണ്ണി പറഞ്ഞാൽ തീരില്ല പോരിശ, ഏറെയുണ്ട് പറയാം ചരിതങ്ങൾ. ആറ്റൽ റസൂല് പിറന്നൊരാ മണ്ണിൽ അടിയന്റെ പാദങ്ങളെത്തിക്കാൻ തൗഫീഖ് നൽകണമേ അല്ലാഹ്. അക്കരയുണ്ടോര മക്ക മദീന, ലക്ഷോപലക്ഷങ്ങളെത്തും മദീന. മുത്ത് റസൂലിന്റെ റൗള ശരീഫിൽ മുത്തി വണങ്ങാനെത്തിക്ക് നാദ. ബീബിതന്നോർമ്മ തുടിക്കും സഫ മർവക്കിടയിൽ നടക്കാൻ. ഹാജറ ബീബിതന്നോർമ്മ തുടിക്കും സഫ മർവക്കിടയിൽ നടക്കാൻ. പിഞ്ചോ മനയാം ഇസ്മായിലിൻ പാദത്താൽ പൊട്ടി പുറപ്പെട്ട സംസം കുടിക്കുവാൻ തൗഫീഖ് അല്ലാഹ്. അക്കരയുണ്ടോര മക്ക മദീന, ലക്ഷോപലക്ഷങ്ങളെത്തും മദീന. മുത്ത് റസൂലിന്റെ റൗള ശരീഫിൽ മുത്തി വണങ്ങാനെത്തിക്ക് നാദ. അസ്സലാമലൈക്കും കുഞ്ഞോ. വലൈക്കും അസ്സലാം. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നില്ലേ കുഞ്ഞു?
വർഷം കൂടാറായില്ല ഉസ്താദേ. ആ, നിങ്ങൾ പള്ളിക്കൽക്കല്ലേ? എന്നാ ഞാൻ പോയി കട തുറന്നിട്ട് വരാം. ആ, അങ്ങനെ ആവട്ടെ. എവിടെ കാപ്പിട്ടിയാ ബാണമിട്ടായി ഓടണേ? എന്താണ് പരിപാടി? ഓടാ അവിടുന്ന്. എന്തിനാണ് പഴമഞ്ഞിന്റെ വെള്ളത്തിൽ ചാടിച്ചത്? അങ്ങനെ കൊല്ലാനുള്ള പരിപാടിണ്ടോ? പടച്ചോനെ, എന്താ അവിടെ? പുഴ ചാടിച്ചുമ്മ ആകെ ഒരു വിസ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നനഞ്ഞു ചെയ്ത്. നന്നായി. അല്ലെങ്കിൽ ഞാൻ ഗൾഫ് പോണെന്ന് വിചാരിച്ച് പേടിച്ചിന്റെ പൊന്നുമ്മ. അവരല്ലേ പോത്ത് പോലെ കിടന്നുറങ്ങണത്? ഇജ്ജിങ്ങനെ പേടിച്ചിരുന്നോ? അന്റെ പ്രായത്തിൽ ഓരോരുത്തരെ ദുബായി പോയിട്ട് എന്തൊക്കെയാ സമ്പാദിക്കണത്? അണക്ക് കെട്ടിക്കാനായി ഒരു പെങ്ങളില്ലേ? അല്ല, ഇജ്ജ് ആരെ കണ്ടിട്ടാ നടക്കണത്? ഈ പോത്ത് പോലെ കിടന്നുറങ്ങണ അന്റെ അനിയനെ കണ്ടിട്ടാ? അതോ അന്റെ ബാപ്പാന്റെ ചായക്കട കണ്ടിട്ടാ? ഉമ്മ, ഇപ്പൊ ഞമ്മക്ക് ഇവിടെ സ്വർഗാണ്. അത് നിങ്ങൾ ഗൾഫിന്റെ കാര്യം പറഞ്ഞ് നരകാക്കല്ലേ? അനക്ക് പോണ കാര്യം കേൾക്കുമ്പോ ദേഷ്യാണെന്ന് ഉമ്മാക്ക് അറിയാം. ഒരു ഉമ്മാക്ക് മക്കളെ പിരിഞ്ഞിരിക്കാൻ കഴിയൂല. ഇജ്ജൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കുഞ്ഞോളുടെ കാര്യം അതെങ്കിലും നടക്കണമെങ്കിൽ ഇജ്ജ് അക്കരയ്ക്ക് പോണം. അത് നമുക്ക് ഇക്കരെ നിന്നിട്ടെന്നെ നടത്തമ്മ. അതിനെ പറ്റി നിങ്ങൾ ബേജാറാവല്ലേ? ഓ, അന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നതാ പോത്ത് പോലെ കിടന്ന് ഉറങ്ങണ്. ഒന്ന് തന്നാണ്ടല്ലോ. ഒന്ന് വേഗം വരി, ഇപ്പൊ തന്നെ നേരം വൈകി. വാ പോവാ. ലോഡ് കൊണ്ടാവത് പെട്ടി ഓട്ടർസ് ഒന്നും അല്ലെങ്കിൽ നടന്നാണ്ട് പോയിക്കോ. എന്താ പോനെ ചാരം? ഫ്ലൈറ്റ് ആന്നാ? ആകെ 3 ചക്കരോ ടാർപ്പായി 2 കാളക്കൊമ്പും. അമ്മക്ക് നടന്നാവാ, തടിക്കാതെ നല്ലത്. തടി ഇളകിക്കോളൂ. എന്തോടാ വരുന്ന ബജാജ് ഓട്ടോറിക്ഷ ഈ റോഡിലേക്ക് പോണു? ഈ റോഡിലേക്ക് പോണ്? രാത്രി 10 മണി റോഡ് അങ്ങോട്ട് പോവല്ലേ? കാരണം ഞാൻ ഇവിടെ ഉണ്ടാവേ. അതിനേശം പോണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് പോനാ? ഇവിടെ പള്ളി ഉണ്ടോ? എന്തിനാ? ഇവിടെ ഏപ്പിന്റെ പള്ളിയുണ്ട്, ഈക്കര പള്ളിയുണ്ട്, മുജാഹിദിന്റെ പള്ളിയുണ്ട്, ജമാഅത്തിന്റെ പള്ളിയുണ്ട്, തൊരീക്കത്തിന്റെ പള്ളിയുണ്ട്. നിങ്ങൾക്ക് ഇത് ഏത് പള്ളിയാ വേണ്ടത്? ഒന്ന് മൂത്രയിക്കാനായിരുന്നു. പാത്താനല്ലേ ആൾക്കാരെ മെനക്കെടുത്താന് ഓരോരുത്തർ വരും. രാവിലെ തന്നെ വെള്ളക്കണക്ക് ഇത് ഉണ്ടാക്കണം. നാട്ടുകാരുടെ കൈ നമ്മളൊരു 100 രൂപ ചോദിച്ചാൽ തരാൻ പറ്റൂല. അപ്പൊ കൈ അതില്ല, അതൊക്കെ തന്നെ. കോയില്ലെങ്കിൽ കോയില്ലെങ്കിൽ കോഴി മുട്ടോണ്ടൊരു കറി. അസ്സലാമലൈക്കും കുഞ്ഞോ. വലൈക്കും അസ്സലാം. സുഖല്ലേ? ആ, അൽഹംദുലില്ലാ. പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് സുഖാണ്. അല്ല, ഇജ്ജ് എന്നാ ബോംബെന്ന് വന്ന്? ഇന്നലെ. ബാബുട്ടിയെ എന്താ പരിപാടി? പഠിപ്പൊക്കെ നിർത്തിയോ? പഠിച്ചിട്ടൊന്നും വല്ല കാര്യമില്ല. നിങ്ങൾ ബോംബെയിലല്ലേ? എനിക്കെന്തേലും പണി കിട്ടും അവിടെ? പാടെ ശരിയാവില്ല. വലിയ പാടാണ് അവിടെ. ഞാൻ തന്നെ ഒരുവിധം തട്ടിമുട്ടി നിൽക്കുക. നിങ്ങളെ പോകുമ്പോ ഞാനും വരാ. ഇവിടെ ശരിയാവില്ല. അവനെ കൊണ്ടുപോയിക്കോ, അനക്കൊരു കൂട്ടാവും. നിങ്ങളെ ആപ്പാക്ക് ബുദ്ധിണ്ട്. ഞാൻ പോട്ടെ. എന്നാ ശരി. ഷാനോടെ? അവൻ ആ സ്റ്റാൻഡിൽ എവിടെയും ഉണ്ടാവും. ഞാൻ പോട്ടപ്പാ. നിങ്ങൾ ഇവിടെ ഇരിക്കല്ലേ? ഞാൻ ശരി.
ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ആരൊന്ന് കൈനീട്ടൊന്നും ഓടിയില്ലേ? കൈനീട്ടല്ല കാൽനീട്ടം. ഈ ഒരു ചെറിയ അങ്ങാടിയുണ്ട്, 35 ഓട്ടോഷയുണ്ട്. ഇവിടെ എന്തോ ഓട്ടുണ്ടാകാനാ? സുരേഷേ, ഈ അങ്ങനെ പറയരുത്. എല്ലാവർക്കും ഇത് വയറ്റിപ്പഴപ്പാണ്. ഈ നാട്ടിൽ ജീവിക്കണ്ടേ, കുടുംബം പോറ്റണ്ടടാ. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പരാക്രമങ്ങളാണ്. ഞാനൊരു എംകോം കാരനാണ്. കുടുംബം പോറ്റാനല്ലേ ഇപ്പൊ ഈ മുച്ചക്കറിയിട്ട് നടക്കുന്നത്. ഒരു ടിക്കറ്റ് നാളെയാണ് 40 ലക്ഷവും ഒരു കാറും. നാളെയാണ് 40 ലക്ഷം ഒരു കാറും. ഒരു ലോട്ടറി എടുക്കാം. ഒരു ടിക്കറ്റ്. ഒരു പക്ഷേ നിങ്ങളാകാം ആ ഭാഗ്യവാൻ. ഇടോ, എന്ത് ഭാഗ്യം? ഭാഗ്യണ്ട് ഞാൻ ഓട്ടോ ഷീറ്റ് ഇവിടെ എങ്ങനെ നടക്കോ? വല്ല ഗൾഫിലും പോയി കോടീശ്വരനായിട്ടുണ്ടാവില്ലേ? നിങ്ങളെന്തിനാ ചൂടാണ്? കാക്കാ, ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് തരും. എനിക്ക് ഭ്രാന്തണ്ടോ? അയാള് കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ എതിയിട്ട് നടക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ അല്ലടാ. അമ്മ, ഇവിടെ വെച്ചെന്റെ ചായ എവിടെ? ആ മേശന്ന് വെച്ചിക്കണ്. കാക്ക അത് ബാപ്പുട്ടി എടുത്ത് കുടിച്ചിക്കണ്. കുഞ്ഞോള് വെറുതെ പറയണേ. അവനിക്ക് ഞാൻ കാണിച്ചു കൊടുത്തതാ. എവിടെ അവന്? ഇന്നെ കട്ടി ഉച്ചക്ക തന്നെ ചോര തിന്നു. ഷാനോ, ആ എന്താടാ സുരേഷ രാവിലെ തന്നെ? വാ പറയട്ടെ. എവിടുക്കടാ? ഈ എന്താടാ കാലത്തന്നെ അനിയനേറ്റു അടിയും പിടിയൊക്കെ? അതൊക്കെ രസല്ലടാ. അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നൊക്കെ പറയുന്നതാണ്. വാ. എന്നാണ് അവന്റെ കുട്ടിനെ അഡ്മിറ്റ് ചെയ്തത്? ഇന്നലെയാണ്. ആ ഷാനു, ഇതോടെ വെക്ക്. എന്താടാ ഇത്? എന്നെ നീ ഇങ്ങനെയാണ് കരുതിയത്? രക്തദാനം മഹാദാനം എന്നല്ലേ? നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് പോ. വേണ്ടടാ, ഒന്നും വേണ്ട. നിന്റെ മോളെ ജീവൻ രക്ഷപ്പെട്ടില്ലേ, അത് മതി. അതന്നെ ഒരു ബർക്കത്താ. സുരേഷേ, വാ. ഉമ്മ തന്നാണ്. വണ്ടി പോയി. ഇതാ ഞാൻ പോവാണ്. ബാപ്പുട്ടിയെ, എന്നോടുമ്പോ മീനായിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. ഇവിടെ മീൻ കിട്ടണ്ട എന്നിട്ടല്ലേ പെരീക്കൊണ്ടേ ചെങ്ങായി. അത് തിന്നണ്ട, അത് പഴയതാണ്. ബാപ്പുട്ടി, ഞാൻ പോയി. ആ ആയിക്കോട്ടെ. കാക്ക, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരോ? നിങ്ങൾ എവിടുന്നാ? പട്ടാമ്പീന്നാ. എന്താ കാര്യം? ഇവന്റെ പെങ്ങൾക്ക് ഒരു കല്യാണക്കാരെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അതിപ്പോ ഞാനെന്ത് പറയാനാ, ഞമ്മളെ നാട്ടിലുള്ള ആളെന്നെയാണ്. എന്നാലും ഒരു പെൺകുട്ടിന്റെ കല്യാണക്കാരിയല്ലേ. നിങ്ങൾ നല്ലൊന്ന് അന്വേഷിച്ചാളി. ആയിക്കോട്ടെ. എന്തിനാ കുഞ്ഞാക്കങ്ങള് വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണേ? ഇതഥവാ ചെക്കന്മാരറിഞ്ഞാല് നാട്ടിൽ നിങ്ങളെ പേര് കല്യാണം മുടക്കി. ആയിക്കോട്ടടോ, അതിലെനിക്കൊരു വിഷമവുമില്ല. എന്റെ പെങ്ങള് സൂറാന്റെ മോൾക്ക് ഇതുപോലൊരു കാര്യം അന്വേഷിക്കാൻ പോയപ്പോ അന്ന് ആൾക്കാര് പറഞ്ഞ് ഓ മഹാനാണ് നല്ലവനാണെന്നൊക്കെ. എന്നിട്ടിപ്പ എന്തായി? കള്ള് ഷാപ്പിൽ നിന്ന് എനിക്ക് അവന് നേരണ്ട. എനിക്കുണ്ട് റഹിമയെ കെട്ടിക്കാൻ പ്രായമായൊരു മോള്. അവളെ പോലെ കരുതിയിട്ട് പറഞ്ഞത് എന്നെയാണ്. എന്നാലും എന്റെ അപ്പ ഇത്രക്ക് വേണ്ടിയില്ല, ലേശം ഓവറായി. ഓന് പിന്നെ പഠിപ്പിക്കാൻ വന്നിക്കണ്. അനക്ക് കൊണ്ട് കാണിച്ചിരുന്നതൊന്നും അനക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതിന് നിങ്ങൾ നല്ല കാണിച്ചു തരണ്ടേ? നിർത്ത്, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാ. പിന്നെ മൂസാക്ക, അള്ളാനെ വിചാരിച്ച് നിങ്ങളൊപ്പം ഞാനില്ല. നിങ്ങൾ പറയും 110 210 അവിടെ ചെല്ലുമ്പോ കാണാ ഒന്നെങ്കിൽ കോങ്കണ്ണ് അല്ലെങ്കിൽ പല്ലൊന്തിട്ട്. ഇതല്ലേ നിങ്ങൾ കാണിച്ചു തരുന്നു? കള്ളണക്ക് എത്ര മൂത്തിട്ട് എന്താ കാതലുണ്ടാണ്ടേ? എന്നെ കൊണ്ട് അത്രക്കെ പറ്റുള്ളൂ. ഇതാ അങ്ങോട്ട് നോക്കി ആ പോണ കുട്ടീനെ കണ്ടങ്ങള് അതുപോലത്തെ കുട്ടിയായിരിക്കണം. നോക്കിയാണ്ട് എന്നാ അതിനെ തന്നെ കെട്ടിക്കടോ. ഇങ്ങക്കറിയാ കുട്ടി ആരാണെന്ന്?
ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ എന്റെ ചെങ്ങായി. അത് നമ്മളെ ചായക്കടക്കാരൻ കുഞ്ഞാക്കാന്റെ മോളല്ലേ, പാവപ്പെട്ട ടീമേ. അന്റെ കുടുംബത്തിൽ വരാനുള്ള കപ്പോസിറ്റി ഒന്നും ഓൾക്കില്ലടോ. എനിക്ക് ആ കുട്ടീനെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് അത് പറഞ്ഞു നടത്തി തരാൻ പറ്റുമോ? ബാക്കി കാര്യമൊക്കെ ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചോളാം. ആ, ഞാൻ സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി ഏതാണ്ട് എന്റെ അടുത്ത്. നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ചപ്പുറമാണ് നടന്നാലേ ഒരു റെയില് കാണാം. ഒരു പയത്തോലും വെച്ചിട്ട് അങ്ങോട്ട് കീഞ്ഞാളിയും പെട്ടെന്ന് അങ്ങോട്ട് എത്തും. ചിലക്കാണ്ട് പോയി അന്വേഷിച്ചു വരും തന്തേ. കൊറേ വണ്ടിക്കൂലി ഞാൻ തന്നല്ലേ, എന്നാ വിട്ടോളി, പോയിക്കോളി. മോനെ പോയ കാര്യം എന്തായിടാ? അതൊന്നും ശരിയാവില്ലമ്മ, എനിക്കത് പറ്റിയിട്ടില്ല. അനക്ക് പിന്നെ ഏതാ പറ്റുക? അനക്ക് പറ്റണമെങ്കിൽ വല്ല ഊർലിങ്ങൾ ഇറങ്ങി വരേണ്ടി വരും. ഊർലിങ്ങളൊന്നും വേണ്ടമ്മ, എനിക്ക് പറ്റിയൊരു കുട്ടീനെ ഞാനിന്ന് കണ്ടു. സാമ്പത്തിക ഇത്തിരി മോശമാണ്, കുട്ടി സൂപ്പറാ, എനിക്കത് മതി. അതേതാടാ കാര്യം? അതാ ഹോട്ടലേരും കുഞ്ഞാക്കാന മോളമ്മ. ഉമ്മ അതെങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിക്കണം, എന്നിട്ട് വേണം എനിക്ക് ആ മുസാഖാനെ പറഞ്ഞേക്കാൻ. അതിനെനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പിന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, അന്റെ 2 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചപ്പോ പള്ള നിറച്ച് സ്വർണം കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞയച്ചിക്കണ്. ഇജ്ജ ഒറ്റ മോന എനിക്ക്. അതുകൊണ്ട് മൂസാനോട് പറയുമ്പോ പണ്ടത്തിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞാളാ. അവരെ മുമ്പില് അന്റെ പെണ്ണ് ഒന്നുമില്ലാണ്ട് കേറി വന്നാൽ അതിന്റെ മാനക്കേട് എനിക്കാ. അതുകൊണ്ട് എന്റെ പൊന്നുമോ 100 പവന് 1 ലക്ഷം കിട്ടണമെന്ന് അവരോട് തീർത്താണ്ട് പറഞ്ഞാളാ. അട്ടോളി ഞാൻ പിടിച്ചിട്ടുണ്ട്. അടുട്ടൂടി നേരെ പിടിക്കടാ. ആ പിടിക്കുന്നുണ്ടല്ല, അത് പിന്നെ എന്താണ്? ആ പണ്ടിറങ്ങി രാവിലെ തുടങ്ങിയതാണ് ഏറ്റല്. അൽമാരിയുള്ള പൊറാട്ട മുഴുവൻ തിന്ന് തീർത്തരാ. പകരത്തിന് പകരം ഒരു പണിക്കാരനെ പൊക്കര നമ്മളെ കൊണ്ട് ഇങ്ങനെ ഏറ്റിക്കുക. എന്താ വേണ്ടിയത് നിങ്ങക്ക്? നിങ്ങക്കോ കടി എന്തെങ്കിലും? വാ 2 ചായ. ബാഗോട്ടെ. എത്രയായി? 10 രൂപ. പാ ഈ കൊറം തൂക്കാണ്. ആ കയറാണ് കുടിക്കണേ. ചിന്ന പഠിപ്പിക്കണ്ട, കൊറേ കാലായി ഞാനിത് തൂക്കാൻ തുടങ്ങിട്ട്. ആ പോയി ആ പ്ലേറ്റ് ആക്കിയേക്കടാ. അസ്സലാമലൈക്കും. ഇരിക്കി മൂസാക്ക ഇരിക്കി. എന്താ നേരം പോയിട്ടാകുമ്പോ മോനും ബാപ്പിയും കൂടെ കൊല തൂക്കി കളിക്കുക? എടാ ബാബുട്ടിയെ, മൂസബായിക്ക് നല്ലൊരു ചായ ഇട്ട് കൊടുത്ത കടുപ്പത്തില്. കുഞ്ഞോ, അന്റെ മോക്ക് നല്ലൊരു കാര്യം വന്നിട്ടുണ്ട്. നല്ല തറവാട്, ഒരു വേണ്ടത്തരില്ലാത്ത ചെക്കൻ. പോരാത്തതിന് ഓന് ഗൾഫിലുമാണ്. അനക്കിപ്പൊ നടത്താൻ പറ്റുമോളെ കാര്യം? ഇജെന്താ പറഞ്ഞു തരുന്നു മൂസേ? ഞാൻ എവിടെ നിർത്തി നടത്താനാ? എന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അനക്ക് അറിയണതല്ലേ. അവർക്കൊക്കെ ഒരുപാട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും. അതൊന്നും കൂടുതലൊന്നും മാണ്ടടോ. അന്റെ മോളെ കണ്ടിട്ടാടോ വന്നിക്കണേ. ചെക്കനിക്ക് ഡിമാൻഡ് ഒന്നുമില്ല. പിന്നെ പഴയ തറവാട്ടരായതുകൊണ്ടാണ്. തള്ളക്ക് എന്തെങ്കിലും വേണ്ടി വരും. ഒരു 30 പവൻ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാ ഈ കാര്യം നടക്കടോ. എന്തേ 30 പവനാ? 1,04,000 കൊടുക്കണം.
അതൊന്നും ശരിയാവില്ല എന്റെ മൂസേ. അന്റെ മോള് നല്ലൊരു തറവാട്ടി പോയിട്ട് ജീവിക്കണമെന്ന് അനക്ക് ആഗ്രഹമില്ല കുഞ്ഞോ. കേറി വന്ന ഭാഗ്യാണ് കുഞ്ഞോ. അത് പുറംകാലോണ്ട് തട്ടിക്കളയരുത്. ഇജ്ജ് നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പകയതിൽ ഉപ്പാണ്ട് ഒട്ടിക്കണ്. തന്നെയാണ് കുഞ്ഞോൾക്കൊരു കാര്യം വന്നിക്കണ്. ഞമ്മളെ മൂസ കൊടുന്ന കാര്യം. ആര്? ബോക്കർ മൂസേ? ആ, ചെക്കൻ ഗൾഫില. ഒറ്റ മോന. സ്ത്രീധനം വേണ്ടെന്നാണ് അവര് പറയണത്. എന്നാലും ഒരു 30 പവനെങ്കിലും കൊടുക്കേണ്ടി വരും. എനിക്കാലോചിച്ചിട്ട് ഒരു എത്തുപൊടിയും കിട്ടണില്ല. കുഞ്ഞോ, ഇങ്ങോട്ട് വന്ന കാര്യമില്ലടോ, ഇജ് വിടണ്ടടോ, ഞമ്മക്കത് നടത്താടോ. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കാനാ? ഞാനാണെങ്കി ഒന്നും കരുതിയിട്ടുമില്ല. അതിനൊരു പണിയുണ്ട്. ഞമ്മക്ക് സാനുവിനെ കൊണ്ടൊരു പെണ്ണെട്ടിക്കാം. അതിന്ന് കിട്ടുന്ന കാശും പിന്നെ നുള്ളിപ്പെറുക്കി ഒപ്പിച്ച് നമുക്കതങ്ങ് നടത്താടോ. എന്തായാലും ഞാൻ സാനുവിനോടൊന്ന് സംസാരിക്കട്ടെ. കെട്ടേണ്ടത് ഓനല്ലേ? ഓന്റെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കണല്ലോ. ഓൻ സമ്മതിക്കോടോ. കുഞ്ഞോളെ കാര്യത്തിന് വേണ്ടിയല്ലേ. ഓൻ സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കും. എങ്ങനെ ഞാൻ അവനോട് ഇപ്പൊ ഇത് പറയാ? ഓനതാ വരുന്ന്. നിങ്ങൾ എന്നെ കാര്യം പറഞ്ഞോളി. ഷാനു, എന്തേപ്പാ? എടാ, ഞമ്മളെ കുഞ്ഞോൾക്കൊരു കാര്യം വന്നിക്കണ്. എന്താ എന്റെ അഭിപ്രായം? എവിടുന്നാപ്പാ കാര്യം? അത് ഞമ്മളെ മൂസ കൊടുന്നതാ. ഇയ്യറിയും ആ മേലേപ്പുറത്ത് കാഞ്ഞിര വീട്ടിന്നാ. ഓൻ ഗൾഫില. ഞാൻ അന്വേഷിച്ചപ്പോ നല്ല കാര്യ. നിജൊന്നണ്ട് അന്വേഷിച്ചാളെ. അന്റെ പെങ്ങളെ കാര്യല്ലേ? അതും നല്ല കാര്യം. ഓൽക്ക് 30 പവൻ കൊടുക്കണമെന്നാ അവര് പറയണത്. അത് നമ്മൾ എങ്ങനെ ഒപ്പിച്ചു കൊടുക്കും? എന്നെ കൊണ്ട് നുള്ളി പെറുക്കിയ ഒരു 1-2 പവ ഒപ്പിക്കാൻ പറ്റും. എന്നാലേ ഞങ്ങളൊരു തീരുമാനം എടുത്തുക്കണ്. ഇജൊരു പെണ്ണിട്ടുക, അതില് കിട്ടുന്ന പണം കൊണ്ട് കുഞ്ഞോൾക്ക് ശ്രീധൻ അങ്ങോട്ട് കൊടുക്കുക. എന്തേ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ ഈ പറയണത്? ഈ ഓർഡർ ചോടിയും കൊണ്ട് ഒരു പെണ്ണിനെ പോറ്റാന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവൂല. പിന്നെ ശരിയാവാതെ കുഞ്ഞോളെ നമുക്ക് ഇറക്കണ്ടേ? ഉപ്പ് പറഞ്ഞതാ ശരി. ഈ അത് ചെയ്തേ പറ്റൂ. കാക്ക ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കാര്യാക്കണ്ട. എനിക്കിപ്പൊ കല്യാണൊന്നും വേണ്ട. ഇനിയും പഠിക്കണം. അതിനെന്താടി, കല്യാണം കഴിഞ്ഞാലും പഠിക്കാം. അതൊന്നും ഓർത്ത് മോള് ബേജാറാവണ്ട. വാ, ഒരു ചുമ്മാക്കൾ ആളുടെ തന്നെ പഴയ പോയിട്ട് ചൂടായി കളി. ഞാൻ വല്ല പയം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളാ കല്യാണം മുടക്കിയത്? എന്തേ? നിങ്ങൾ എന്തിനാ എന്റെ കല്യാണം മുടക്കിയേ? അതിനുള്ള കാരണം എന്താന്ന് എനിക്ക് പറയണം. ഞാൻ തന്നെയാണ് ഇത് മുടക്കിയത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അതിപ്പോ ഞാൻ തന്നെ ഇവിടെ വിളമ്പണ. കുഞ്ഞാക്ക വിട്ടളി വിട്ടളി. നിങ്ങൾ അങ്ങോട്ട് പോയി കാണി. മക്കള് പോയിക്കോളി. നിങ്ങൾ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടാ മതി. പഞ്ചായത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇടപെടും. വലിയ വർത്താനം പറയണ്ട. ചട്ടിയും കലർത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ആരാടാ കലം കെട്ടി വന്നവര്? കലം കെട്ടി വന്നത് ആരാന്നേ? അന്റെ ബാപ്പാനോട് ചോദിച്ചാൽ അറിയാ കലം കെട്ടി വന്നത് ആരാന്ന്. ഇവിടെ നിന്ന് വലിയ വർത്താനം പറഞ്ഞ അന്റെ ചേപ്പക്കുട്ടി ഞാൻ അടിച്ചു പൊളിക്കും. എന്താതൊന്ന് കാണട്ടെ. എന്താ മക്കളെ മാറടാ, മാറി അവിടുന്ന്. നിങ്ങള് മാറിയ കുഞ്ഞാ കുഞ്ഞ ഇങ്ങോട്ട് മാറി. ഈ കുട്ടികളെ പോലെ
ഇങ്ങോട്ട് മാറി നില്ല്. വിടടാ. ഇങ്ങോട്ട് വാ. വിടടാ എന്നെ. ഇങ്ങോട്ട് പോര്. വിടടാ. ഇന്റെ നായിന്റെ മോനെ കാണിച്ചു കൊടുത്തു. ഇങ്ങോട്ട് നിങ്ങള് വളർത്തു. മാറി. നിങ്ങള് കുട്ടികളെ പോലെ നടക്ക്. വിട്. ഇങ്ങോട്ട് പോരെ. നാ പാപ്പി. അരെ ചെവി ഇടിക്കോ. അല്ലെങ്കിൽ രണ്ട് കൊണ്ട് പോയിക്കിട്ട് ആരാ പറഞ്ഞേ? വിടറ എന്നെ. അന്ന് ഞാനോട് പറഞ്ഞാണ് ഈ വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. ഇപ്പൊ എന്തായി? നാട്ടിൽ കല്യാണം മുടക്കിന്നുള്ള പേരുമായി. സുരേഷ് എന്തിനാ വിളിച്ചത്? ആ ഷാനു വാ. ഷാനു, നിന്റെ ഉപ്പാനെ ഞാൻ കണ്ടിരുന്നു. നിന്റെ പെങ്ങൾക്ക് കാര്യം വന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ നിന്റെ കല്യാണം നടന്നെങ്കിൽ അത് നടക്കുള്ളൂന്ന് പറയാനും പറഞ്ഞു. എല്ലാം പറഞ്ഞില്ലേ, എന്താടാ ചെയ്യാ? ഓട്ടോ ഓടിച്ചിട്ട് ഞാനൊരു പെണ്ണ് കിട്ടുകയെന്ന് പറഞ്ഞാല് ഈ കല്യാണം കഴിച്ച കാര്യത്തിന് ഇടക്കിടക്ക് എന്നോട് പറയണതല്ലേ? അതൊക്കെ വിട്. നിന്റെ പെങ്ങളെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടല്ലേ. മൂപ്പരെ സങ്കടം കണ്ടപ്പോ എനിക്കാകെ വിഷമായി. എനിക്ക് സങ്കടമില്ലാന്നാണ് എന്റെ വിചാരം. എന്റെ പെങ്ങളെ കാര്യമില്ലടാ. നീ ഞാനായിട്ടൊരു തടസ്സം നിൽക്കണില്ല. അവരിഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. ഞാൻ എന്തിനും തയ്യാറാ. നന്നായി. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും എല്ലാത്തിനും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വരി വരി ഇരിക്കി. ഇതാണ് ചെക്കൻ. എന്താ പേര്? എന്റെ പേര് റിയാസ്. ഗൾഫിൽ എന്താ ജോലി? സ്വന്തം ബിസിനസ്സാ. എന്തിനാണ് ഓൻക്ക് ഗൾഫൊക്കെ? പാപ്പകാരന്മാരായിട്ട് കോടിക്കോടി ലക്ഷക്കണക്കിന് സമ്പാദിച്ചിക്കണല്ലോ. എന്നാ പിന്നെ നമ്മക്ക് ആ കുട്ടീനൊന്ന് കാണിച്ചു കൊടുക്കും. പോയിട്ട് കുറെ പണിയുണ്ട്. ജമീല, കുഞ്ഞോളെ വിളിച്ചാ? നിങ്ങൾ ഇങ്ങോട്ട് പോരി, ഞാൻ കാണിച്ചു തരാം. മോനാണ്ട് ചെല്ലി. നിന്നെ ഞാൻ മുന്നേ കണ്ടതാ. ഇത് വീട്ടുകാരോട് ഒരു ചടങ്ങാ. അത് നന്നായി. അതുകൊണ്ട് ഒന്നുകൂടെ കാണാനായല്ലോ. എന്താ എന്റെ പേര്? ഷംന. എന്തിനാ പഠിക്കണ്? +2. കൂടുതലൊന്നും ചോദിക്കണില്ല. അന്ന് കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായി. എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. പോട്ടെ. സാനൂന് പറഞ്ഞ പെണ്ണ് ലേശം കറുത്തിട്ടാണ്. പിന്നെന്താ, പറഞ്ഞ പണ്ടവും പണം കിട്ടും. അന്തസ്സായിട്ട് പണം റൊക്കം കിട്ടും. അല്ല, അതിപ്പോ സാനുവിനോടൊന്ന് പറയണ്ടേ? മൂസ പറഞ്ഞാ ശരി. പെണ്ണ് കറുത്തിട്ടാണെങ്കിലും ഈമാനുള്ള കുട്ടിയാണെങ്കിൽ അതാണ് ശരി. അതന്നെ ഉസ്താദ് പറഞ്ഞാണ് ശരി. കുട്ടി കാണാൻ ഒരു ഈമാണ്ടെന്ന്. കുഞ്ഞോളെ കല്യാണത്തിന് 30 പവനാരാ കൊടുക്കുക? മൂസ പറഞ്ഞാ ശരി. അന്റെ മോളെ പറഞ്ഞേക്കണ്ടേ? ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ? ഉറുപ്പ്യ 1-2 അല്ലല്ലോ. കുട്ടി കുറച്ച് കറുത്തിട്ടാണെങ്കിലും അതല്ലേ നല്ലത്? അതന്നെ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. കുടിക്കി. അസ്സലാമലൈക്കും. വരും ഇരിക്കി. വാലൈക്കും മുസ്സലാം. എന്താ കുഞ്ഞോ വിശേഷം? അൽഹംദുലില്ലാ, സുഖാണ്. എന്താ ഇപ്പൊ കച്ചവടമൊക്കെ ഇല്ലേ? ആ, കൊഴപ്പില്ല. പിന്നെ ആചാരേ, ഞാൻ വന്നത് എനിക്കൊരു 5 പവൻ കടായിട്ട് തരണം. മോളെ കല്യാണം ശരിയായിട്ടുണ്ട്. പൈസ ആയിട്ടിപ്പോ എന്റെ കയ്യിലൊന്നും എടുക്കാനില്ല. ഒരു 2 മാസത്തെ ഇട എനിക്ക് തരണം. ഞാൻ ഇപ്പൊ എന്താ പറയാ കുഞ്ഞോ, ഗൾഫിലാണെങ്കിൽ മാന്ദ്യം, സ്വർണത്തിന് വില കൂടിയത് കാരണം കച്ചവടം കുറവാണിപ്പം. തട്ടാന്മാർക്ക് കൂലി കൊടുക്കാൻ തന്നെ ഇവിടെ പടാപാടാണ്. ജി കുറച്ച പൈസ എന്തെങ്കിലും തരണം, അല്ലാതെ എന്നെ കൊണ്ടൊന്നും ഇപ്പൊ സാധിക്കൂല. എന്നാ ഞാൻ പോട്ടെ ആചാര്യ. അങ്ങനെ ആയിക്കോട്ടെ എന്നാല്.
ആൾക്കാരെ വിചാരം ഇവിടെ പൊന്ന് കഴിക്കണം മരാന്നാ. ഇപ്പൊ ഇതിന് അങ്ങാടി പോയി കണ്ണി കണ്ടോട്ട് പൈസ കടഞ്ഞു ചോദിക്കണത്? ജ്വല്ലറിലും പോയത് ഞാൻ അറിഞ്ഞ്. മനുഷ്യന്മാർക്ക് അങ്ങാടി കൂടി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത കോലത്തിലായിപ്പോ. പതുക്കെ പറയൂ, ഉപ്പ കേൾക്കും. കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത്. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളി. ചോറ് കഴിച്ചിട്ട് പോയിക്കോ, രാവിലെ ഒന്നും തിന്നാത്തല്ലേ. ഇത് തിന്നിട്ട് പോ. ഷാനിയോ? ചോറും വേണ്ട, എനിക്ക് ചായ വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ പോണു. സാനു, എന്തേ ഇമ്മാനോട് പറഞ്ഞത് ഞാൻ കേട്ടു. കെട്ടിച്ചയക്കേണ്ട ഒരു പെൺകുട്ടി സ്ത്രീധനത്തിന്റെ പേരിൽ പെരയിലിരിക്കേണ്ടി വരല്ലോ എന്ന് ആലോചിക്കുമ്പം ഒരു വാപ്പാക്കുണ്ടാക്കുന്ന വേദന പറഞ്ഞ അനക്കറിയില്ല. മറ്റുള്ളവരെ മുമ്പിൽ കൈ നീട്ടാൻ ബാപ്പാക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഗതികേടുണ്ടാ. ഇപ്പൊ എന്നോട് ക്ഷമിക്കണം. നിർത്ത്. എടോ, എന്റെ വീട്ടിൽ വെച്ചാ കറി ഉണ്ടാവുമ്പോ എനിക്ക് പറ്റൂലല്ലേ? അപ്പന്റെ പടി കേടാണ്. ഉമ്മായിട്ട് സാധനങ്ങളൊക്കെ എനിക്ക് കയറ്റാൻ പറ്റൂലേ? ജാളു കൊള്ളാലാ. എടാ, തന്റെ വയറ് കടല്ല, റൊക്കം കാശാ. പിന്നെ നാളെ കാക്കാനും പെങ്ങളി കല്യാണ. നേരത്തെ വന്നാ പൊള്ളർച്ച് കോയിലൂടെ നിന്ന നല്ല അപ്പനും കാണാം. വണ്ടി വിടറാ. തന
നിന്നെ കാണാൻ വന്നപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കല്യാണം കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നില്ല ഞാൻ. ഷംനാന്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഇതിന് തയ്യാറായതാണ്. എന്ത് കുറ്റവും കുറവുണ്ടെങ്കിലും അത് നീ സഹിക്കണം. അല്ല, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ പറഞ്ഞോളി, ഞാൻ കേൾക്കണുണ്ട്. കാക്കാ, ആരാ? ഞാനാ ബാബുട്ടിയാ. എന്താടാ? അവിടുന്ന് സാധനക്കാണ്ട്. എന്താടാ? ആ മാരേജ് സ്റ്റോറിന്റെ ആൾക്കാർ പോയിട്ട് അവരെ 3-4 പ്ലേറ്റ് കാണാനല്ലോ, എല്ലായിടത്തും തെരഞ്ഞ്. ഇനി ഈ മുറി മാത്രമേ തരാനുള്ളൂ. എനിക്ക് ഇവിടെ തന്നെ വെക്കാൻ സ്ഥലമുള്ളൂ, വേറെ ഒരു റൂം കണ്ടില്ലല്ലേ? ഞാനിവിടെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ശരിക്കും നോക്കട്ടെ. കുട്ടികളാരോട് കൊടുത്തേച്ചാണ്. ആ ഈ മൂലയൊക്കെ എടുക്കണ്ട്. ആ കിട്ടി. ഇതന്നെ സാധനം. ഇവിടെ കുട്ടികളാരോ കൊടുന്നച്ചാ. അത് പിന്നെ നമ്മളെ കെടുക്കണ സ്ഥലം പോയിട്ട് ഇപ്പൊ കെടുത്ത ഇടനായി കാക്കേണ്ടി വരുമോ? നാശം, അവന്റെ ഒരു പ്ലേറ്റ്, അത് ഈ നേരത്ത്. മനസ്സിന്റെ എന്താടാ എനിക്കൂടെ പണി? ഞാൻ അവിടെ ഒരു പ്ലേറ്റ് മറന്നു ചെയ്യുന്ന. PSM Silks, PSM Market, തിരൂർ. ശോഭനമായ ഒരു ഭാവി നിങ്ങളുടെ കൺമുന്നിൽ. Medilife Institute of Paramedical Science. വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ. സ്വദേശത്തും വിദേശത്തും മാന്യതയാർന്ന ജോലിയും ഉയർന്ന ശമ്പളവും സ്വന്തമാക്കാൻ. Medilife Institute of Paramedical Science. Courses offered: DMLT, Lab Technician Course, ECG, Diploma in First Aid and Practical Nursing, BSc Biochemistry. ഇനി അഭിമാനത്തോടെ സംസാരിക്കൂ. ഉയർന്ന ശമ്പളവും മാന്യതയാർന്ന ജോലിയും. Medilife Institute of Paramedical Science. Ruby Tower, near Overbridge, Central Junction, Tirur.
PSM Silks, PSM Market, Tirur. ശോഭനമായ ഒരു ഭാവി നിങ്ങളുടെ കൺമുന്നിൽ. Medilife Institute of Paramedical Science. വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ. സ്വദേശത്തും വിദേശത്തും മാന്യതയാർന്ന ജോലിയും ഉയർന്ന ശമ്പളവും സ്വന്തമാക്കാൻ. Medilife Institute of Paramedical Science. Courses offer DMLT, Lab Technician Course, ECG, Diploma in First Aid and Practical Nursing, BSc Biochemistry. ഇനി അഭിമാനത്തോടെ സംസാരിക്കൂ. ഉയർന്ന ശമ്പളവും മാന്യതയാർന്ന ജോലിയും. Medilife Institute of Paramedical Science. Ruby Tower, near Overbridge, Central Junction, Tirur. മനസ്സിന്റെ മണിയറിയും. എന്താടാ എനിക്കൂടെ പണി? ഞാൻ അവിടെ ഒരു ഫ്ലൈറ്റ് മറന്ന ഓടാ അങ്ങോട്ട്. മടങ്ങിപ്പോവാനെങ്കിൽ ഏതാ ബസ്സാവും? വേഗം വരും ഉസ്താദേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പോയിരിക്ക്. ആ നിങ്ങൾ ബാക്കിയുള്ള പണ്ടായിട്ട് വന്നതാ? അല്ല, ഞങ്ങൾ വിശേഷം തിരക്കാൻ വന്നതാ. അപ്പൊ നിങ്ങൾ പണ്ടം കൊടുന്നില്ലേ? നിങ്ങളൊന്ന് അകത്ത് പോയിക്കണേ. ആ ഞാൻ പോയിക്കോളാ. പക്ഷെ ഇജ്ജൊന്ന് മനസ്സിലാക്കണോ, 30 പറഞ്ഞാൽ 20 കിട്ടിയിട്ടുള്ളൂ. ബാക്കി 10 ഇജ്ജൊരു തീരുമാനം ഉണ്ടാക്കി തരണം. നിങ്ങൾ അകത്ത് പോയിക്കണേ. ഇമ്മ പറഞ്ഞിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. പഴയ ആൾക്കാരല്ലേ, പിന്നെ പകറിയാലോ എനിക്ക് അടുത്ത ആഴ്ച പോകണം എന്നുള്ളത്. പിന്നെ കുഞ്ഞോള്, നിങ്ങൾ ആ പണ്ട എങ്ങനെയും ഒന്ന് എത്തിച്ചു കൊടുത്തത്. ഞങ്ങൾ ഇറങ്ങട്ടെ. പോട്ടെ. ഇജ്ജു ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും മോളെ. ആ ഇപ്പൊ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എനിക്കാണെങ്കിൽ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ കിട്ടാനുണ്ട്. ആകെ കിട്ടിയതാണെങ്കിലോ 25,000 ഉറുപ്പ്യ. സാനുവിന്റെ സ്ത്രീധനം കൊണ്ടാണെങ്കിൽ കല്യാണ ചെലവ് അങ്ങോട്ട് കഴിഞ്ഞിട്ടി. നീ കുഞ്ഞോളെ പണ്ടം കൂടി കൊടുത്താലേ എനിക്ക് മനസ്സമാധാനാവുള്ളൂ. എന്താ ഉസ്താദെ ചെയ്യ? പണ്ടം കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ കുട്ടിക്കൊരു സുഖം ഉണ്ടാവില്ല അവിടെ. ഇജ്ജ് ബേജാറായത് കുഞ്ഞു, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എന്ത് വഴി കാണാൻ നിങ്ങൾ ഈ പറയണത്? എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടി കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലാ? ഷാനുവിന് അക്കരക്ക് പറഞ്ഞാലോ?
1.5 ലക്ഷം റുപ്യ വിസക്ക് കൊടുക്കണം. അതിനേക്കാളും നല്ലത് ആ കാശുകൊണ്ട് പണ്ടം വാങ്ങിക്കൊടുത്തൂടെ? അതല്ലടോ, ചുരുങ്ങിയ പൈസക്ക് സൗദിക്ക് ഒരു വിസ ഉണ്ടെന്ന് അൻവർ എന്നോട് പറഞ്ഞിരുന്നു. നമുക്കതൊന്ന് ആലോചിച്ചാലോ? ഇവിടെ നിന്നാലല്ലേ പൈസ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അക്കരെ എത്തി ആരെങ്കിലൊക്കെ സഹായിക്കാണ്ടാവും. ഗൾഫ് എന്ന് കേട്ടാൽ തന്നെ അവന് ദേഷ്യാണ്. ആ എന്നാലും ഒന്ന് സംസാരിച്ചു നോക്കാം, അതല്ലേ നല്ലത്. ആ ആസ്യ വാ ഇരിക്കേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. എന്നിട്ട് എവിടെ അന്റെ മരുമോള്? ഒന്ന് വിളിക്കൊന്ന് കാണട്ടെ. ഇവിടെ ഒന്ന് വന്നാ. അന്റെ പേരെന്താ മോളെ? ഷംന. വീട്ടിലാരൊക്കെ ഉണ്ട്? പെമ്മി 2 ആങ്ങളാരും. ഇജ്ജല്ലേ പറഞ്ഞേ അന്റെ മരോള് കൊമ്പത്തുള്ളാണെന്ന്? അതിന്റെ കൗത്തിലും കാതിലും ഒന്നും കാണില്ലല്ലോ. ഒന്നും പറയണ്ടന്റെ ആസ്യ, കുടുങ്ങീന്ന് പറഞ്ഞാ മതിയില്ല. മോനെ, എന്താ നിന്റെ അഭിപ്രായം? ഉപ്പ പറഞ്ഞു നീ കേട്ടില്ലേ? നല്ല വിസയാണെന്ന് ഉസ്താദ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അനക്കറിയണതല്ലേ. ഇതിൽ കൂടുതൽ ഉമ്മാക്കൊന്നും പറയാനില്ല. ഇനിയല്ല എന്റെ കുട്ടീന്റെ ഇഷ്ടം. എന്താ നിങ്ങളെ അഭിപ്രായം? ഞാനെന്താ ചെയ്യുക? ഒരിക്കലും അക്കരയ്ക്ക് പോകണ്ടെന്ന് കരുതിയ ആളാണ് ഞാൻ. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അക്കരയ്ക്ക് പോകാനാണ് വിധിയെങ്കിൽ പിന്നെ ഞാൻ പോയല്ലേ പറ്റൂ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വാ, 5 മണിന്റെ വണ്ടിക്ക് എനിക്ക് ബോംബെ പോകണം. 4 ആളെ കയറ്റി വിടാണ്ട്. അന്നെ കണ്ടിട്ട് പോവാന്ന് കരുതി എനിക്ക്. ഈ പറയാൻ പറ, ഞാനെന്താ ചെയ്യേണ്ടത്? ഷാനു, പിന്നെ ഇത് സൗദിക്കുള്ള വിസയാണ്. വേറൊരാൾക്ക് പറഞ്ഞേച്ചായിരുന്നു. ഇപ്പം എപ്പോഴും എൻ്റെ കാര്യം പറയും. അതുകൊണ്ട് അനക്ക് വേണ്ടി ഈ വിസ മറച്ചാണ്. നീ പോയി രക്ഷപ്പെടണം. എന്താണ് പണി? ഒരു ഓഫീസ് ബോയിന്റെ വിസയാണ്, മനസ്സിലായോ? ചെലവൊക്കെ കഴിഞ്ഞ് നാട്ടിലെ 10,000 റുപ്യ കിട്ടും. സുഖമാണ്. വിസക്ക് ഒരു 20,000 റുപ്യ ആവും. അനക്കറിയാലോ സൗദി വിസക്ക് ഒരു 1.5 ലക്ഷം റുപ്യ കൊടുക്കണമെന്ന്. നീ എൻ്റെ ആളാന്ന് പറഞ്ഞപ്പോ കമ്മീഷൻ മാത്രം ആവശ്യപ്പെട്ടുള്ളൂ. അതാണ് ഈ 20,000 റുപ്യ. എന്താ ചെയ്യണ്? നിനക്ക് സമ്മതല്ലേ? ജോർപ്പിച്ചോ, ഞാൻ പോവാൻ റെഡിയാണ്. എന്നാ വാ, അടുത്ത ആഴ്ച ഞാൻ വിസയായിട്ട് വരും. നീ പോകാൻ റെഡി ആയിക്കോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വാ. ജിന്നൊന്ന് റെയിൽവേയിൽ വിട്ടേട്ട്. അപ്പൊ ഞാൻ പോയി വരാം. എന്താ ഷാനു ഇവിടെ കിടക്കണേ? ഇന്ന് വണ്ടി എടുത്തില്ലേ? അവന് എങ്ങനെ ഓട്ടോ എടുത്തിറങ്ങൂ? അവൻ അറബി പൊന്നും തേടി പോകല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ വിസക്ക് 20,000 രൂപ വേണമെന്നാണ് അൻവർ പറയണത്. അത് ഞാനെങ്ങനെ ഒപ്പിക്കുന്ന ആലോചിച്ചിരിക്കും. പോയി വന്നിട്ടാണ് എനിക്കൊന്ന് ബെൽസാന്. ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഗൾഫ് പോയി വന്നവരെ കൂടെ ബെൽസിന്. നമ്മളെ കമ്പനിയിലാണെങ്കിൽ ആരും പോണില്ല. അതുകൊണ്ട് ഇജ്ജ് പോയിട്ട് വാ, എന്നിട്ട് വേണം എനിക്കൊന്ന് ബെലസാൻ. ഒന്നും മിണ്ടാതിരിക്കട സുലൈമാനെ. ആദ്യം അവനൊന്ന് പോയിട്ട് രക്ഷപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് ബെലസാം. ഞാൻ എന്റെ പൂതി പറഞ്ഞിട്ടെങ്കിലും ഒന്ന് തീർത്തോട്ടെ. ഷാനു എണീക്ക്, നമുക്ക് അങ്ങാടി പോവാം. വാ.
ഷാനു ഷാനു ആരാ? ഞാനടാ സുരേഷ്. എന്താടാ സുരേഷ് ഈ നേരത്ത്? ഒന്നിങ്ങ് വാ, ഒരു കാര്യം പറയട്ടെ. ഇത് പിടിക്ക്. എന്താടാ ഇത്? എന്റെ ഭാര്യന്റെ ഒരു വള. കാശിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. എനിക്ക് നിന്നെ ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. നിനക്കറിയാലോ എന്റെ അവസ്ഥ. നീ പോയി രക്ഷപ്പെട്ടാലേ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ. നിന്നോട് പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. കണ്ടറിഞ്ഞ് ചെയ്യുന്നു എനിക്കറിയാം. എന്നാലും എനിക്കൊരു വിസ നീ അയച്ചു തരണം. അതാണ് എന്റെ പ്രതീക്ഷ. നീ ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കൂല. നമ്മളെ കഷ്ടപ്പാടൊക്കെ മാറൂടാ. ഞാനൊന്ന് അക്കരെ കടന്നോട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഒക്കെ ശരിയോടാ. പോട്ടടാ. وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين ആമീൻ. ജമ്മാനോടൊന്ന് പറഞ്ഞാളാ. എല്ലാം പറഞ്ഞ പോലെ ഉപ്പാനും ഉമ്മാനെ നല്ലോണം നോക്കണം. ബാപ്പുട്ടിന്റെ കാര്യം പ്രത്യേകിച്ച്. മാസാമാസം ചെക്കപ്പിന് ഇപ്പാനെ കൂട്ടി ലീന ഡോക്ടറെ പോയി കാണണം. നമുക്ക് വേണ്ടി കുറച്ചവിടെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ പോയിട്ട് വരട്ടെ. എന്റെ കുട്ടി നന്നായിട്ട് വരി. 5 വക്തിലും ഉമ്മ പടച്ചനോട് ദ്വയരിക്കുന്നുണ്ട്. ഉമ്മ അറിയാതെ എന്റെ കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് പുറത്തു തരണം. കുഞ്ഞോള് കക്ക പുറത്ത് വെക്കണം. ബേജാറാവണ്ട. ഞാൻ പോയാൽ എല്ലാം ശരിയാവും. ഹൈ ഹൈ എന്റെ ജമീലാജി കരഞ്ഞ അവനെ ബേജാറാക്കല്ലേ. വണ്ടി വരാൻ സമയായി. ഇങ്ങോട്ട് ഇറങ്ങിക്ക. പാസ്പോർട്ടും വിസ ഒക്കെ എടുത്തില്ലേ? അതൊക്കെ ബാഗിലുണ്ട്. ശരി മോനെ. പോയിട്ട് വാ. കുഞ്ഞാക്ക, ഞാൻ ബോംബെയിലെ തിരുവിളിക്കാം. കടുവച്ചൊലി പൊട്ടി. ആയിക്കോട്ടെ. ഷാനു, ഫ്രഷായില്ലേ? ഫ്രഷായി. കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചു. ഞാൻ റെഡി. ഷാനു, ഇത് കാസിം ഭായ്. ഹലോ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. മൂപ്പര കെയർ ഓഫിലാണ് എനിക്ക് വിസ കിട്ടിയത്. ഇന്ന് രാത്രി 9 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. എനിക്ക് അത്യാവശ്യമായിട്ട് ബാന്ദ്ര വരെ പോകണം. അപ്പം ചിലപ്പം ഇനി നമ്മൾ കണ്ടില്ലെന്ന് വരും. എല്ലാ കാര്യങ്ങളും കാസിം ഭായ് ചെയ്തു തരും, പേടിക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ പാനെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. ഇൻഷാ അല്ലാ, പോയി നന്നായി വാ. എല്ലാം പറഞ്ഞ പോലെ. ശരി കാസിം ഭായ്, ഒന്ന് ശ്രദ്ധിക്കണേ.
പോട്ടെ. എന്താ പേര്? ഷാനു. ഷാനവാസ് എന്നാണ് മുഴുവൻ പേര്. അൻവറിനായിട്ട് എങ്ങനെ പരിചയം? ഞങ്ങൾ കളിക്കൂട്ടുകാരാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇമ്മയും ഇപ്പയും അനിയനും പിന്നെ ഒരു പെങ്ങളും. हेलो, मैं कासिम भाई बात करता है. आदमी पहुंच गया, सब कुछ सही है. हाँ ठीक है, मैं बाद में फोन करेगा. ഓക്കെ. കഫീലാണ് വിളിച്ചത്. വേണ്ട ഡ്രസ് ചെയ്യ്. ഞാൻ ഡ്രസ് ചെയ്ത്. ഇതാണ് ഡ്രസ്. ആയി, ഈ ഡ്രസ്സിലാണോ പോകുന്നത്? ഇതൊന്നും കഫീലിനല്ല പിടിക്കൂല. കാശ് എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? എന്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോരാ. ഷനവാസ്, എന്നാ നിന്റെ ഡ്രസ്സ്. വേണ്ട ഡ്രസ് ചെയ്യ്. പെട്ടെന്ന് റെഡിയാവും, നിന്നെ വിട്ടിട്ട് വേറെ വഴിക്ക് പോകാനുണ്ട്. എന്നാ എൻ്റെ ടിക്കറ്റും പാസ്പോർട്ടും. പോയിട്ട് നന്നായിട്ട് വാ. അതാണ് എയർപോർട്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ ശരി. أهلا كيف حالك؟ الحمد لله. خلي تعال شوف يلا. ليش؟ شو هذا ذاك؟ Yes, اسمك. يلا. What's your name? ഷാനു. شو كلام ده؟ What's your name? نام क्या? ഷാനു. انت؟ ഷാനവാസ്. شو هذا داخل؟ يلا شيل هذا. يلا تعال تعال. هندي عرف؟ ما أعرف هندي. ايش هذا داخل؟ حشيش هذا. شو هذا؟ حشيش؟ مين يعطيك هذا؟ خبري ما يلا تعال. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. മയക്കുമരുന്ന് കള്ളക്കടത്ത് മലയാളി യുവാവ് പിടിയിൽ. മലപ്പുറം പാറപ്പുറം സ്വദേശിയും തൈപ്പറമ്പിൽ കുഞ്ഞിക്കോയയുടെ മകനുമായ ഷാനവാസ് 27 വയസ്സ് സൗദിയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിനിടെ സൗദി എയർപോർട്ടിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി. എന്നാലും അവന്റെ ഒരു അവസ്ഥ ഞമ്മക്കെന്താ ചെയ്യാൻ പറ്റാ? കണ്ണത്ത ദൂരത്തായി പോയില്ലേ. എടാ മോനെ, അവന്റെ വീട്ടിലാണ് ചെന്നപ്പോള് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോള് ഞാനവിടെ നെട്ടിപ്പോയി.
എൻ്റെ ചങ്ക അങ്ങോട്ട് പൊട്ടിപ്പോയി. അവൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അത് നേരി കണ്ട ആളാ ഞാൻ. ഇതെങ്കിലും ഒന്ന് കുടിക്കുന്നു. ഇതെങ്കിലും കുടിക്കും. കാക്ക തിരിച്ചു കരയല്ലേ? നമ്മളെ അൻവർ ഷാനുവിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇനിയിപ്പൊ നമ്മളെന്താ ചെയ്യാൻ മെമ്പറാ? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖാന്തരം മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ നിവേദനം അയച്ചിട്ടുണ്ട്. വേണ്ട പോലെ ചെയ്യാമെന്നും പറഞ്ഞു. മറ്റന്നാ MP വരുന്നുണ്ട്. കുഞ്ഞാക്കാനും കൂട്ടി നമുക്ക് മറ്റന്നാ പോവാ. നല്ല മനുഷ്യനാ. ഇജ്ജ് വന്നാ? ദാ കണ്ടോ അന്റെ അളിയന്റെ വിശേഷങ്ങളാ പത്രത്തില്. പൈസ ഉണ്ടാക്കാനും വേണ്ടി മയക്കുമരുന്നായിട്ട് കേറിയതാ. ഇപ്പൊ എന്തായി? അനക്ക് കിട്ടാനുള്ളത് മണ്ണിട്ടാളാ. ഒരുത്തി അതാ ഉള്ളിലിരുന്ന് മോങ്ങണ്. ചെല്ലങ്ങട്ട്. ഒന്നുമില്ല മോളെ, കരയണ്ട. ഇതറിഞ്ഞതു മുതൽ ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ട് പോന്നതാണ് ഞാൻ. ഷാനു നിരപരാധിയെന്ന് എല്ലാവർക്കും അറിയാം. ഉമ്മ പറയുന്നത് ഈ കാര്യാക്കണ്ട. ഉമ്മാനെ പറ്റി നിനക്കറിയുന്നല്ലേ. ഈ വേറെ റെഡിയാകും. എൻ്റെ വീട്ടിൽ പോയി തരാം. السلام عليكم. وعليكم السلام. يلا شانواز تعال. ഷാനു, ഇത് ഞാനാ സെമീറ.
ഷമീറെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെന്നെ ഇതിനുള്ളിലിട്ടിട്ട് എനിക്ക് പേടിയാവുള്ളൂ ഷമീറെ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ നിരപരാധിത്വം തെളിച്ച് നീ തിരിച്ചു വരും. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ആകുന്നതും ചെയ്യുന്നുണ്ട്. എന്നാലും എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ അവസ്ഥ ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല സമീറെ. ഇവരുടെ തല വിട്ടു സമീറെ. ഷാനു, ഒന്നും ഉണ്ടാവില്ലടാ. പിന്നെ ഞാൻ നാളെ നാട്ടിൽ പോവാണ്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ അധിക സമയം നിൽക്കാൻ പറ്റില്ല. എന്നാ പോട്ടെ. يلا خلاص. അസ്സലാമു അലൈക്കും. സർ, മെമ്പർ റഹീം വന്നിട്ടുണ്ട് കാണാൻ. ആ, വരാൻ പറയൂ. ശരി സർ. വന്നോളൂ. എന്തൊക്കെ റഹീമേ? സാറ് ഞാൻ ഇന്നലെ വിളിച്ചില്ലേ, സൗദിയിലെ ഓന്റെ വാപ്പയാണ്. നിങ്ങൾക്കൊരു നിവേദനം തരാമെന്നാ. എന്റെ കുട്ടി നിരപരാധിയാണ്. പത്രത്തിൽ വന്ന വാർത്ത ഒന്നും ശരിയല്ല. ഓനൊരു പാവാ. അവനക്ക് അവിടെ എന്തോ ചതി പറ്റിയിട്ടുണ്ട്. പോകാനൊരു താല്പര്യമില്ലാത്ത എന്റെ കുട്ടിനെ ഈ പാവിയായ ഞാൻ തള്ളി പറഞ്ഞയച്ചതാണ് സാറേ. ഇപ്പൊ എന്റെ കുട്ടിന്റെ അവസ്ഥ ആ ഇരുട്ടറല് ഒറ്റയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല സാറേ. കുഞ്ഞാക്ക, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, ഞാനൊന്ന് പഠിക്കട്ടെ. റഹീമേ, എല്ലാം നമുക്ക് ശരിയാക്കാം. കുങ്ങളും പഠിച്ചോന്നല്ലാതെ വേറെ ആരുമില്ല എന്റെ കുട്ടിന്റെ കാര്യം. ശരി ശരി ശരി, ധൈര്യമായിട്ട് പോയിക്കോളി. ആ സുമേഷ്, കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ നിൽക്കുന്നത് ഷാനുവിന്റെ വീട്ടിന്റെ മുന്നിലാണ്. നമുക്ക് ഷാനുവിന്റെ ഉപ്പയുമായി സംസാരിക്കാം. നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എനിക്കൊന്നും പറയാനില്ല. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. നിങ്ങൾ ഷാനുവിന്റെ സുഹൃത്തല്ലേ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഷാനു എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂടെ പഠിച്ചതുമാണ്. പക്ഷെ അവൻ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അവൻ ആരോ ചതിച്ചതാ. അവനത് ചെയ്യൂല. അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങകലെ മണലാരുണ്യത്തിൽ തന്റെ വിധി കാത്തു കഴിയുന്ന ഷാനു എന്ന ചെറുപ്പക്കാരൻ തന്റെ നിരപരാധിത്വം തെളിയിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഈ കുടുംബത്തോടൊപ്പം ഈ നാട്ടുകാരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നടങ്കം പ്രാർത്ഥിക്കാം. ക്യാമറമാൻ ലാലുവിനോടൊപ്പം ബാബു പരനേക്കാട്, ജനതാ വിഷൻ. അസ്സലാമു അലൈക്കും കുഞ്ഞാക്ക. വലൈക്കും അസ്സലാം. സമീറെ, ഇജ്ജ് എപ്പോഴേ വന്ന്? ഇരിക്കും സമീറ. ഇന്നലെ രാത്രി. ഇരിക്ക്. ഇജ്ജ് സാനുവിനെ കണ്ടിരുന്നോ? കുഞ്ഞാക്ക, ഞാനോനെ കണ്ടിരുന്നു, സംസാരിച്ചും ചെയ്തിരുന്നു. ഓൻ തിരിച്ചു വരും. നിങ്ങൾ വിഷമിക്കാതിരിക്കും. സമീറാക്ക, അറബി പോലീസിനെ കാക്കാനെ തല്ലുവോ? ഒന്നുമില്ലടാ വാപ്പുട്ടി, അവനവിടെ ഒരു കുഴപ്പമില്ല. നീ പേടിക്കണ്ട. നിന്റെ ഇക്കാക്ക തിരിച്ചു വരും. കുഞ്ഞാക്ക, ഞാൻ പോട്ടെ. ചായ കുടിച്ചിട്ട് പോയാ പോരെ? ഇപ്പൊ ഒന്നും വേണ്ട. 3-4 മാസം ഞാൻ ഇവിടെ ഉണ്ടാവും. പിന്നെ ആവാം. അത് ശരി. എന്നാ പോട്ടെ. رفيق تعال. ഞാൻ വിൽസൺ, ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ കേസിനു വേണ്ടി എംബസി നിയോഗിച്ച ആളാണ് ഞാൻ. നിങ്ങളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് സൗദി കസ്റ്റംസ് പിടിച്ചെടുത്തത് ശരീഅത്ത് കോടതി ശരിവച്ചിരിക്കുന്നു. ശിക്ഷ ഉറപ്പാണ്. ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മയക്കുമരുന്നോടുകൂടി പിടിക്കപ്പെട്ടാൽ വധശിക്ഷ ഉറപ്പാണ്. നിങ്ങളുടെ കേസിന്റെ വിധിയും അതാണ്. എങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എംബസി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ഷാനു, മനസ്സുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുക. തളരരുത്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല.
വേർപാടൊരു നൊമ്പരമായി മാറുമ്പോഴും ഓർമ്മകളൊരു തേങ്ങലായി തഴുകുമ്പോഴും മിഴിതളിൽ കണ്ണുനീ കടലായൊഴുകുമ്പോ മോഹസ്വപ്നങ്ങളിൽ മായാതെ ഇന്നും ഞാൻ വേർപാടൊരു നൊമ്പരമായി മാറുമ്പോഴും ഓർമ്മകളൊരു തേങ്ങലായി തഴുകുമ്പോഴും ഇരുളിൽ നീ അലയുമ്പോഴും കരളിലൊരു വേദനയായി ഞാൻ അലയുവാനായി ജന്മം അകലയകലേ ഇരുളിൽ നീ അലയുമ്പോഴും കരളിലൊരു വേദനയായി ഞാൻ അലയുവാനായി ജന്മം അകലയകലേ കണ്ണുനീരൽ കരളിൽ തഴുകി കടൽ കരയെ തഴുകും പോലെ കനലേറി മനസ്സുമായി ഞാൻ ഉരുകുന്ന മഞ്ഞു പോലെ ആശയുടെ തോണിയിലേറി അകലെ ഈ താപം പേറി ആശ്രിതർക്ക് അഭയം നൽകാൻ അഹദെ തുണ നീ ആശയുടെ തോണിയിലേറി അകലെ ഈ താപം പേറി ആശ്രിതർക്ക് അഭയം നൽകാൻ അഹദെ തുണ നീ ദുനിയാവിലായിരങ്ങൾ ദുരമൂത്ത ഗോപുരങ്ങൾ തണലെങ്ങ് പൊഴിയും ഇവിടെ തളരുന്ന മനസ്സുകൾക്ക് വേർപാടൊരു നൊമ്പരമായി മാറുമ്പോഴും ഓർമ്മകളൊരു തേങ്ങലായി തഴുകുമ്പോഴും മിഴിതളിൽ കണ്ണുനീ കടലായൊഴുകുമ്പോ മോഹസ്വപ്നങ്ങളിൽ മായാതെ ഇന്നും ഞാൻ വേർപാടൊരു നൊമ്പരമായി മാറുമ്പോഴും ഓർമ്മകളൊരു തേങ്ങലായി തഴുകുമ്പോഴും മൂല്യർ അൻവറിന്റെ വരുന്നു വേഗം വരി പെട്ടെന്ന് വരി വാടാ വേഗം വാ
കളപ്പാന്നി ഈ ചെക്കനെ കൊലക്കൊടുത്തില്ലേ? എന്ത് തെറ്റടാ നിന്നോട് ചെയ്ത്? വിടൂലടാ ഞങ്ങള് പാന്നി. അള്ളാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ നിങ്ങള് കേക്കി. ഞാൻ നിരപരാധിയാണ്. എല്ലാരും അങ്ങനെ തന്നെയാടാ പറയില്ല ഈമാറായി. എന്റെ കൂടെ പണിയെടുക്കണ ഒരാളാണ് അവളെ ചർച്ച. ഞാനല്ല, സത്യങ്ങൾ വിശ്വസിക്കേ. ചെലക്കണത് കണ്ട പന്നി പേപ്പട്ടിനെ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊല്ലടാ. ഞാനല്ല, ഒന്നും അറിയില്ല. എന്നെ തല്ലല്ലേ? നിർത്തി മോലിയാര് മരിച്ചിക്കണേ. ബാക്കി എനിക്ക് വെച്ചിക്കണ്. വിടൂലടാ പാന്നി. മൂന്ന് വർഷത്തിനു ശേഷം ഷാനു എന്ന ഷാനവാസിന്റെ വിധി വധശിക്ഷയായി ശരീഅത്ത് കോടതി ശരിവെച്ചിരിക്കുന്നു. റഫീഖ്, ആഖിറായി ഷൈ ഇസ്തിബ്ഗാ. ഷാനവാസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹം? എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം. എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. എന്നാ വിളിച്ചോളൂ. ചായ. ഹലോ, ആരാ? അസ്സലാമലൈക്കും. ഞാനാണിപ്പോ ഷാനു. മോനെ ഷാനു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ, എന്നാലും അൻവർ നമ്മളോട് ചതി ചെയ്തല്ലോ. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റണില്ലടാ. അല്ലപ്പ, അൻവറല്ല എന്നെ ചതിച്ചത്. അവന്റെ കൂടെയുള്ള ഒരാളാണ്. അൻവർ പാവാണുപ്പ. നിങ്ങൾ ഉമ്മാക്ക് പോകാൻ കൊടുക്കും. ആ, ഉമ്മ അവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. മോനെ സാനു, എന്റെ കുട്ടിക്ക് പോകാൻ ഇഷ്ടമില്ലാതെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നി പറഞ്ഞയച്ചിട്ടിപ്പോ അവിടെ ജയിലില് ഒറ്റയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഉമ്മാന്റെ കുട്ടി എന്നാ വരിക? ഉമ്മാക്ക് കാണാൻ പൂതിയാവണ്. നിങ്ങൾ കരയില്ലമ്മ, ഞാൻ വരുമ്മ. എന്റെ 2 ലോകത്തിനും വേണ്ടി നിങ്ങൾ 5 വക്തിലും തോർക്കണം. ഹസീൻ എവിടെ കൊടുക്കാം മോളെ. മോളെ ഹസീന, അനക്കും മോനക്കും സുഖല്ലേ? മോനെന്നെ ചോദിക്കാറുണ്ടോ? നമ്മളെ മോൻ വലുതായാല് മോനെ ഒരിക്കലും ഗൾഫിലേക്ക് പറഞ്ഞയക്കരുത്. എന്നെ മോനെ കാണാൻ നിങ്ങൾ എന്നാ വരാ? ഇൻഷാ അല്ലാ ഞാൻ വരും. നമ്മളെ മോനെങ്ങനെ എന്റെ മാതിരിയാണോ? കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഈ 5 വക്തില് നമുക്ക് വേണ്ടി തോർക്കണം. അസ്സലാമലൈക്കും.
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സലാമേ, അന്റെ അയൽവാസി ഷാനുവിന്റെ തല എന്നടാ വെട്ടണത്? നീ വരണ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാനില്ലടാ, നീ പോയിക്കോ. എനിക്ക് കാണാനുള്ള ചങ്കുറപ്പില്ല. എന്നാ ഞാൻ പോട്ടെ. ഹലോ, ആരാ? റിയാസേ, ഞാനടാ, സൗദിന്ന് സലാമാണ്. എന്താടാ സലാം ഈ നേരത്തെ? റിയാസേ, നീ അറിഞ്ഞില്ലേ നമ്മുടെ സാനുവിന്റെ കാര്യങ്ങള്? അവൻ നമ്മളെ വിട്ടു പോയടാ. എന്താടാ സലാമ ഈ പറഞ്ഞ? ഇന്ന് ജുമാക്ക് ശേഷം അവന്റെ തല വെട്ടിയടാ. ഞാൻ പിന്നെ വിളിക്കാം, വെക്കട്ടടാ. എന്താ ആരാ ഈ നേരത്തെ വിളിച്ചേ? ഒന്നുമില്ല, അതെന്റെ ഫ്രണ്ടാ. നീ ഉറങ്ങിക്കോ, ഞാനിപ്പോ വരാം.
ഇപ്പോഴും ഉറങ്ങിയില്ലേ? സൗദിന്നൊരു ഫോൺ വന്നിരുന്നു സലാമിന്റെ. ഞമ്മളെ കുഞ്ഞോളെ ഷാനു പോയി. എന്താ എന്താ ഈ പറയണത്? ഇക്കൊന്നും മനസ്സിലാവണില്ല. തല വെട്ടി അടച്ച റബ്ബേ, ഞാൻ എന്താണ് ഈ കേക്കണത്? ഞാൻ ആ കുട്ടിനെ കൊറേ പ്രാഗിട്ടുണ്ട്. റബ്ബേ, ഓന്റെ ആശ്രമം ഈ വെളിച്ചാക്കി കൊടുക്കണേ. എന്താ ചെയ്യപ്പ? നമ്മുടെ വിദ്യയാണെന്ന് കരുത. അവനെ തിരിച്ചു കിട്ടാൻ നമ്മളാവുന്നു നോക്കിയില്ലേ? ഇനിയെല്ലാം പഠിച്ചോലും ഇട്ടു കൊടുക്കാം ഉപ്പ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടിനെ ഞാനാണല്ലോ പറഞ്ഞത്. ഈ ഉപ്പയുടെ വേദനയും ഉമ്മയുടെ പ്രാർത്ഥനയും കുടുംബത്തിന്റെ കണ്ണുനീരും ഷാനു എന്ന ഷാനവാസിന് മായ്ഷറയിൽ നാളെ തണലായിരിക്കട്ടെ. PSM Silks, PSM Market, തിരൂർ. ശോഭനമായ ഒരു ഭാവി നിങ്ങളുടെ കൺമുന്നിൽ. മെഡിലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ. സ്വദേശത്തും വിദേശത്തും മാന്യതയാർന്ന ജോലിയും ഉയർന്ന ശമ്പളവും സ്വന്തമാക്കാൻ. മെഡിലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. Courses offered: DMLT, Lab Technician course, ECG, Diploma in First Aid and Practical Nursing, BSc Biochemistry. ഇനി അഭിമാനത്തോടെ സംസാരിക്കൂ. ഉയർന്ന ശമ്പളവും മാന്യതയാർന്ന ജോലിയും. മെഡിലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. Ruby Tower near Overbridge, Central Junction, Tirur.